വിവിധ മത്സരങ്ങളാണ്. നമ്മൾ നേരത്തെ അത് സൂചിപ്പിക്കുകയും ചെയ്തു. ഈ ഗോത്ര കലകൾക്ക് കലോത്സവ വേദിയിൽ കിട്ടുന്ന ഒരു പ്രാധാന്യം അതിൽ ഏറ്റവും അനുഷ്ഠാന കലയായ മംഗലം കളി. ഇന്നലെ ഞാനും എന്റെ ക്യാമറമാൻ ഷൈജു പിലാത്രയും കൂടെയാണ് ഈ മംഗലം കളി വേദിയിലേക്ക് പോയത്. അവിടെ എത്തിയപ്പോ തന്നെ കാസർഗോഡുകാരനാണ്, പിലാത്രയാണ് സ്വദേശം. അത് മാത്രല്ല, പിലാത്ര കണ്ട ആളുകൾ ഓടി വരികയാണ്. കുറെ കലോത്സവം റിപ്പോർട്ട് ചെയ്തു. അതെ, കാസർഗോഡുകാര്. അവര് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് ഈ അവരുടെ ഒരു കല, അതായത് കാസർഗോഡിന്റെ ഒരു അനുഷ്ഠാന കലയാണ് ഈ മംഗലം കളി. അത് മറ്റ് ജില്ലക്കാർ ഏറ്റെടുക്കുന്നു. അവരുടെ സ്വന്തമായ കല കേരളത്തിൻ്റെതാക്കി മാറ്റിയ ഒരു സർക്കാരിന്റെ ഒരു വിപ്ലവകരമായ തീരുമാനം. അതായത് ഇലഞ്ഞിത്തറ വേളത്തിന്റെയും ആനയൂട്ടിന്റെയും ബോണ്ണത്താലയുടെയും നാട്ടിലേക്ക് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു മംഗലം കളി എന്താണെന്ന്, അല്ലേ? അപ്പോൾ ഏതായാലും മേഘയുടെ മംഗലം കളി റിപ്പോർട്ട് കണ്ടുവരാം. കഴിഞ്ഞ തവണയാണ് മംഗലം കളി സ്കൂൾ യുവജനോത്സവ വേദിയിലേക്ക് ഇടം പിടിച്ചത്. ഇത്തവണയും പ്രൗഢിയുയർത്തി കൂടുതൽ മത്സരാർത്ഥികളുമായി മംഗലം കളി വേദിയിലേക്ക് എത്തിയപ്പോൾ അഭിമാനം കൊള്ളുകയാണ് കാസർഗോഡ് ജില്ല. മാവിലർ വിഭാഗം വിശേഷണങ്ങൾക്കും വിവാഹാഘോഷങ്ങൾക്കും കളിക്കുന്ന കലാരൂപം. എല്ലാം മികച്ചതെങ്കിലും വേറിട്ടു നിൽക്കുകയാണ് കാസർഗോഡ് ഗവൺമെന്റ് ഹൈസ്കൂൾ ബാനത്തിന്റെ മംഗലം കളി. താളത്തിന് തന്നെ പ്രാധാന്യം. തുടിയുടെ താളത്തിൽ ആവേശത്തിലാഴ്ത്തി ഒന്നിച്ച് കാസർഗോഡ് ജില്ലയിലെ കുട്ടികളായതുകൊണ്ട് തന്നെ എനിക്ക് പഠിപ്പിക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. അവർ ചെറുപ്പത്തിലേ ഇത് കണ്ടും കേട്ട് വളർന്നതാണ്. അതുകൊണ്ട് പിന്നെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല പഠിപ്പിക്കാൻ പറ്റും. ഇതിപ്പോൾ ഞങ്ങൾ ചെറിയ ക്ലാസ് എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം കളിച്ച കുട്ടികളുണ്ട് ഇതിൽ. അതുകൊണ്ട് പിന്നെ അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. കാസർഗോഡിന്റെ കലാരൂപം നെഞ്ചേറ്റുന്നതിൽ വലിയ സന്തോഷം. ഒന്നിച്ചു പറയുന്നു കാസർഗോഡ് ഗവൺമെന്റ് ഹൈസ്കൂൾ ബാനത്തെ വിദ്യാർത്ഥികൾ. മംഗലം കളി നമ്മുടെ നാട്ടില് കുറച്ച് ഉള്ളിലേക്കുള്ള പ്രദേശത്തു നിന്നാണ് വരുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ കണ്ട് വളർന്നൊരു കളി സ്റ്റേറ്റ് കലോത്സവം വരെ എത്തി എന്ന് പറയുമ്പോൾ ഒരു അഭിമാനമുണ്ട്. അത് കളിക്കാൻ പറ്റിയെന്ന് വിചാരിക്കുമ്പോൾ സന്തോഷം. ഈ തനത് ഗോത്ര കലകളെല്ലാം അതിൻ്റെ തനതായ രീതിയിൽ കളിച്ച് കൊണ്ടുപോകണം. അതിപ്പോൾ കുറേ എന്ന് പറഞ്ഞെങ്കിൽ വേറെ കഴിഞ്ഞ കൊല്ലം വന്നിട്ട് ഫസ്റ്റ് ആയതുകൊണ്ട് അധികം ആർക്കിനെ കുറിച്ച് അറിയുന്നുണ്ടായിട്ടാ. അപ്പോൾ അത് കുറേ ആൾ എന്തല്ലോ ഇപ്പോൾ തനത് വേഷങ്ങളൊന്നല്ല ഉപയോഗിച്ചിട്ടുണ്ടായത്. അപ്പോൾ അതിൻ്റെ പക്ഷെ നമ്മളെ ഇവിടെ എന്നല്ല പറയുന്നത് അതിൻ്റെ പൈതൃകം കാത്ത് സൂക്ഷിച്ചുകൊണ്ട് കൊണ്ടുവന്നു. വായ്പാട്ടും നൃത്തവുമെല്ലാമായി മംഗലം കളി അങ്ങ് കാസർഗോഡ് കടന്ന് കേരളവും നെഞ്ചേറ്റുകയാണ്. വിപ്ലവകരമായ ഒരു സർക്കാർ തീരുമാനത്തിന് പിന്നാലെ മംഗലം കളി കലോത്സവ വേദിയിൽ എത്തി നിൽക്കുമ്പോൾ അഭിമാനം കൊള്ളുകയാണ് കാസർഗോഡ് ജില്ല. തങ്ങളുടേതായ കല കേരളത്തിൻ്റെതായി മാറുന്ന കാഴ്ച ഇക്കാലയളവും അങ്ങനെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നു. ക്യാമറാമാൻ ഷൈജു പിലാത്രയ്ക്കൊപ്പം മേഘ മാധവൻ.